ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മോഹൻലാലിൻ്റെ തുടരുമെന്ന ചിത്രത്തിൻ്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ട് അതിഗംഭീരമായിട്ട് തന്നെയാണ് കളക്ഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടക്കാം. കേരള വേൾഡ് വൈഡ് GCC കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്ന അപ്ഡേറ്റുകളുമായി നമുക്ക് ഒന്ന് നോക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇന്ന് 25 തീയതി ഏപ്രിൽ. ആദ്യ ദിനം 882ഓളം ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത്. 1,65,000-ഓളം ജനങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്നത് 81ഓളം ഹൗസ്ഫുൾ ഷോകളും 401ഓളം ഫാസ്റ്റ് ഫില്ലിംഗ് ഷോകളും 139ഓളം ഓൾമോസ്റ്റ് ഫുൾ ഷോകളുമാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. 66% സിനിമയുടെ ഒക്യുപ്പൻസിയായി കാണിക്കുന്നത്. ഇതിനോടകം ഈ ഒരു മണിക്കൂറിൽ വിറ്റ് പോകുന്നത് 34,000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. എമ്പുരാന് പോലും വന്നത് 20,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ മാത്രമാണെങ്കിൽ തുടരും എന്ന ചിത്രത്തിന് അതിൻ്റെയൊക്കെ ഡബിളിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ കളക്ഷൻ ഇതുവരെ ലഭ്യമായിരിക്കുന്ന ട്രാക്ഡ് കളക്ഷൻസിലേക്ക് ചെല്ലുകയാണെങ്കിൽ 2,80,00,000 രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ്. റിയൽ ടൈം ട്രാക്കിംഗ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് 3,10,00,000 രൂപയിലേക്ക് കേരള കളക്ഷൻ മാത്രം എത്തി എന്നുള്ള കാര്യത്തിലാണ്. ഇനി നമുക്ക് GCC രാജ്യത്തെ കളക്ഷനിലേക്ക് പോകാം. GCC രാജ്യങ്ങളിൽ നിന്ന് മാത്രമായി 1,76,00,000 രൂപയോളമാണ് ഇതുവരെ കളക്ഷനായി വന്നിരിക്കുന്നത്. തുടരും ഇന്നത്തെ ഇതുവരെയുള്ള റിയൽ ടൈം കളക്ഷനായിട്ട് വേൾഡ് വൈഡായിട്ട് വന്നിരിക്കുന്നത് 7.5 കോടിക്ക് മുകളിലാണ്. അതും 6.5-ക്ക് ലഭിച്ച കണക്കുകളാണ്. 11 കോടിക്ക് മുകളിലായിരിക്കും സിനിമയുടെ കളക്ഷൻ എന്നുള്ളതാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇത് വ്യാഴാഴ്ച റിലീസായിരുന്നെങ്കിൽ വെറും 4 ദിവസം കൊണ്ട് തന്നെ 50 കോടിക്ക് മുകളിലേക്ക് തൂക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പക്ഷേ സാധാരണ സിനിമ വരുന്ന പോലെ വെള്ളിയാഴ്ച ദിനത്തിലാണ് ഈ സിനിമ എത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ 3 ദിവസം കൊണ്ട് സിനിമ 50 കോടി ക്ലബിലെത്താനും യാതൊരു സംശയവുമില്ലാത്ത ലെവലിൽ കയറാം. കാരണം ടിക്കറ്റ് ബുക്കിംഗ് അത്ര ഭീകരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഇനിയും ഫൈനൽ പ്രീസെയിൽ ഇന്നലെ വരെയുള്ള അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ഇന്ന് മോർണിംഗ് വരെയുള്ളത് കേരളത്തിൽ നിന്ന് 2,35,00,000, റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 29,00,000 രൂപയും ഓവർസീസിൽ നിന്ന് 1,10,00,000 രൂപയും, അങ്ങനെ 3,74,00,000 രൂപയാണ് പ്രീസെയിലൂടെ വന്നിരുന്നത്. തുടരും അതേപോലെ തന്നെ ഓസ്ട്രേലിയയിൽ ട്രെൻഡിങ്ങിലേക്ക് കയറിയിരിക്കുന്ന വൈൽഡ് ഫയർ പോലെ തന്നെ ആളിപ്പടരുകയാണ്. ഇതുവരെ നമുക്ക് കാണാൻ കഴിയുന്നു 25,000-ന് മുകളിലുള്ള ഓസ്ട്രേലിയൻ പ്രീസെയിൽ കളക്ഷൻ നടന്നിരിക്കുന്നു. അത് തന്നെ 14,00,000 രൂപയ്ക്ക് മുകളിലേക്കും എത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്ന് സിനിമ പ്രതീക്ഷിക്കുന്നത് 5.5 കോടിക്ക് മുകളിലായിരിക്കും. ഒരുപക്ഷെ 6 കോടി ടച്ച് ചെയ്യുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്താണെങ്കിലും നമ്മൾ കാത്തിരിക്കുകയാണ് അതിഗംഭീരമായിട്ടുള്ള ഈ ഒരു വിരുന്നിന് വേണ്ടിയിട്ട്. ഒരുപക്ഷെ 7.5 കോടി കഴിഞ്ഞാലും നമുക്ക് സംശയിക്കാൻ ഒന്നുമില്ല. സിനിമ ആദ്യ ദിനം ഇതുവരെ ട്രാക്കേഴ്സ് പറയുന്നു 11 കോടിയാണെങ്കിൽ തീർച്ചയായും ലേറ്റ് നൈറ്റ് ഈവനിങ് ഷോസ് അതേപോലെ തന്നെ പല തിയേറ്ററുകളും ഷോ കൗണ്ടുകൾ ആഡ് ചെയ്യപ്പെടുമ്പോൾ 10 കോടിക്കും 15 കോടിക്കും ഇടയിൽ എത്തുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. വേൾഡ് വൈഡ് ഒരു പക്ഷേ 20 കോടി ടച്ച് ചെയ്താലും അതൊരു സന്തോഷം എന്ന് തന്നെ പറയാം. കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്ത് തരണം. കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നതനുസരിച്ചിട്ട് വീഡിയോസ് വരുന്നതായിരിക്കും. ഗ്രേറ്റ് മീഡിയാസ്.